വേർബ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട് മിസ്. ഇത് എപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ക്രിയകൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വേർബ്സിന് 3 ഫോംസ് ഉണ്ട്, V1, V2, V3. അപ്പൊ ഇന്ന് ആ 3 ഫോംസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോവാണ്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. മൈ നെയിം ഇസ് ഗായത്രി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേർബ്സിന് നമുക്ക് 3 ഫോംസ് ആണുള്ളത്. ഒന്ന് V1, അതായത് അതിനെ നമ്മൾ ബേസ് ഫോം എന്നോ അല്ലെങ്കിൽ പ്രസന്റ് ഫോം എന്നോ നമ്മൾ വിളിക്കും. അതായത് വേർബിന്റെ ആദ്യത്തെ ഫോമാണ് V1 ഫോം എന്ന് പറഞ്ഞാൽ. ഇനി V2, അതിന് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം എന്നോ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഫോം എന്നൊക്കെ നമ്മൾ വിളിക്കും. അതായത് വേർബിന്റെ രണ്ടാമത്തെ ഭാഗമാണ് V2 എന്ന് പറഞ്ഞാൽ. ഇനി V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, വേർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെന്റൻസസിൽ ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെൻസസ് ഒക്കെ വരുമ്പോഴാണ് ഈ വേർബ് പല രീതിക്ക് മാറിപ്പോകുന്നത്. ഇപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ V1 ഫോം ഓഫ് ദി വേർബ് വരിക. ടെൻസസ് മാറും തോറും വേർബും മാറും. അപ്പൊ അതിലേതിലൊക്കെയാണ് നമുക്ക് എന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ വേർബ്സിനും ഞാനൊരു 15 വേർബ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഓരോ വേർബ്സിനും ഞാൻ ഓരോ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഏതിലൊക്കെയാണ് മാറി വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഗോ എന്ന് പറയുന്ന വേർബിന്റെയാണ്. സോ ഗോയിന്റെ V1 ആണ് ഈ കിടക്കുന്നത്. ഗോയിന്റെ V1 ഗോ തന്നെയാണ്. ഓക്കെ, ഗോ എന്ന് വെച്ചാൽ എന്താണ്? പോകുക അല്ലെ? പോകുക എന്നർത്ഥമാണ് ഗോയിന് വരുന്നത്. ഗോയിന്റെ V2 എന്താ? വെന്റ് അല്ലേ? സോ പോയി. ഓക്കെ, വെന്റ് എന്ന് പറഞ്ഞാൽ പോയി, അതായത് പോയി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഗോൺ, അതതിന്റെ V3 ആണ്. വെന്റ് V2 ആണ്. ഓക്കെ, ഗോൺ. ഈ ഗോണിനുണ്ടല്ലോ ഈ 3 ഡിഫറെന്റ് ഫോംസ് വരും. അതെങ്ങനെയാന്ന് പറയട്ടെ. നമ്മൾ ഈ പെർഫെക്റ്റ് ടെൻസസിലാണ് ഈ V3 ഫോം ഓഫ് ദി വേർബ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവാം. ഓക്കെ, അപ്പൊ ഈ 3 ഫോംസിലും വേർബിന് വരുന്ന രീതി വേറെ വേറെയാണ്. ഗോൺ തന്നെയാണ് വേർബ്, പക്ഷേ ഇവര് വരുമ്പോൾ ആ ഗോണിന്റെ അർത്ഥം അങ്ങ് മാറും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് നിങ്ങൾക്ക് അറിയാം ഹാവ് അല്ലെങ്കിൽ ഹാസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഗോൺ വരുമ്പോൾ അത് പോയിട്ടുണ്ട് എന്നൊരു അർത്ഥമായിരിക്കും വരുന്നത്. ഞാൻ ദുബായിക്ക് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ, ഈ ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഹാവും ഹാസും വെച്ച് ഫ്രെയിം ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഗോണിന്റെ കൂടെ ഹാവും ഹാസും വരുമ്പോഴാണ് ആ സെന്റൻസുകളിൽ നമ്മൾ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വാക്കുകൾ വരുന്നത്. ഓക്കെ, ഇനി ഹാഡ് ആണെങ്കിലോ പോയിരുന്നു, അങ്ങനെ ഒരു അർത്ഥം വരും. ഇനി വിൽ ഹാവ് ആണെങ്കിൽ പോയിരിക്കും, അതായത് ഞാൻ പറയുന്ന ഈ ഒരു സമയത്തോടെ ഞാൻ പോയിരിക്കും എന്നാണ്. അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യം, ആ ഒരു സമയത്തോടെ ഞാൻ ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഞാൻ ഹാഡിന്റെയും വിൽ ഹാവിന്റെയും എക്സാമ്പിൾസ് മാത്രമാണ് എടുത്തേക്കുന്നത്, കാരണം നമ്മൾ ഹാവും ഹാസും ഒക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഷീ ഹാഡ് ഗോൺ ഹോം ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഹാഡ് വരുമ്പോഴുണ്ടല്ലോ 2 അവസ്ഥകളാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഒന്ന് അവൾ വീട്ടിൽ പോകുന്നൊരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് മഴ പെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇതിൽ ഏതാ നടക്കുന്ന ആദ്യം? അവൾ വീട്ടിൽ പോകുന്നതാണോ അല്ലെങ്കിൽ മഴ പെയ്യുന്നതാണോ? വീട്ടിൽ പോകുന്നതല്ലേ. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത്. സോ വീട്ടിൽ പോയി കഴിയുന്ന കാര്യം പറയുമ്പോൾ വേണം നമ്മൾ ഹാഡ് ചേർക്കാൻ. ഓക്കെ, ഷീ ഹാഡ് ഗോൺ ഹോം, ഹാഡ് ഗോൺ. ഓക്കെ, ഹാഡ് വന്നപ്പോൾ ഗോൺ വന്നു. ഷീ ഹാഡ് ഗോൺ ഹോം ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യുന്നതിന് മുന്നേ അവൾ വീട്ടിലെത്തി അല്ലെങ്കിൽ വീട്ടിൽ പോയി എന്നാ പറയുന്നത്. ഓക്കെ, മഴ തുടങ്ങുന്നതിന് മുമ്പ് അവൾ വീട്ടിലേക്ക് പോയിരുന്നു. ഓക്കെ, സോ ആ പോയിരുന്നു വന്നേക്കുന്നതാണ്ടോ? ഹാഡ് വന്നതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ സെന്റൻസസ് ഒക്കെ വരുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നത് നമുക്കറിയാലോ. ഇനി അടുത്തത്, ബൈ 5 o'clock I will have gone there. അതായത് 5 മണിയോടെ ഞാൻ അവിടെ പോയിരിക്കും. എന്താണ് 5 മണിയോടെ? ഈ ഓടെ വന്നത് എങ്ങനെയാന്ന് പറയട്ടെ. ഈ ബൈ കിടക്കുന്നതാണ്ടോ? ഈ ബൈ വന്നേക്കുന്നതുകൊണ്ടാണ് അവിടെ ഓടെ എന്ന് വന്നേക്കുന്നത്. 5 മണിയോടെ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ? ഞാൻ അവിടെ പോയിരിക്കും. I will have gone there.
ഓക്കെ, വിൽ ഹാവ് ഗോൺ വന്നേക്കുന്നത് കൊണ്ട് പോയിരിക്കും. ദാ പോയിരിക്കും. അപ്പൊ ഇനി പോയിരിക്കും എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാ സെന്റൻസ് ഫ്രെയിം ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? വിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. ഓക്കെ, ഈ തേർഡ് ഫോം വരുമ്പോഴാണ് ഇത്രയും വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. അടുത്ത വേർബ് കം എന്നാണ് അടുത്ത വേർബ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. സോ കമ്മിന്റെ അർത്ഥം എന്താണ്? വരിക. സോ അത് V1 ആണ്. അപ്പൊ വന്നു എന്ന് എങ്ങനെ നമ്മൾ പറയും? വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ വന്നു എന്ന് എങ്ങനെ പറയും? കെയിം അല്ലേ? അപ്പൊ V2 കെയിം ആണ്. ഇത് എഴുതിയത് തെറ്റിയതാണോ? V3 എങ്ങനെയാ? കെയിം ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? നമുക്ക് കമ്മിന്റെ V3 കം തന്നെയാണ്, കെയിം എന്ന് എഴുതരുത്. ഓക്കെ, അപ്പൊ കമ്മിനെ സംബന്ധിച്ച് V1ഉം V3യും സെയിം ആണ്. ഓക്കെ, V1ഉം V3യും സെയിം ആണ്. ഓക്കെ, സോ കമ്മ് V3യിൽ ഏതൊക്കെ രീതിക്ക് വരും? ഹാവും ഹാസും വന്നാൽ വന്നിട്ടുണ്ട്, ഹാഡ് വന്നാൽ വന്നിരുന്നു, വിൽ ഹാവ് വന്നാൽ വന്നിരിക്കും. സെന്റൻസ് നോക്കാം. He had come home before you arrived. നീ എത്തുന്നതിന് മുൻപ് അവൻ വന്നിരുന്നു. അപ്പൊ അവൻ വരുന്നതാണോ ഞങ്ങൾ എത്തുന്നതാണോ അവിടെ ഏറ്റവും ആദ്യം നടന്നത്? നീ എത്തുന്നതിന് മുന്നേ എന്നാ പറഞ്ഞേക്കുന്നത്. സോ അവൻ ആദ്യം അവിടെ വന്നു, എന്നിട്ടാണ് നീ എത്തിയത്. അപ്പൊ ആദ്യം വരുന്ന ആ സംഭവം പറയുമ്പോ വേണം ഹാഡ് ചേർക്കാൻ. ഹാഡ് കം. ഹി ഹാഡ് കം ബിഫോർ യു അറൈവ്ഡ്. നിങ്ങൾ വരുന്നതിന് മുമ്പുണ്ടല്ലോ അവനിവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ അവനിവിടെ വന്നിരുന്നു. ഓക്കെ, ഇനി ബൈ 6 o'clock, 6 മണിയോടെ, ബൈ വന്ന ഓടെയാണ് കേട്ടോ. ബൈ 6 o'clock he will have come. 6 മണിയോടെ അവൻ വന്നിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം പറയുന്ന 6 മണിയോടെ അവൻ വന്നിരിക്കും. ഉറപ്പാ വന്നിരിക്കും അവൻ. ഓക്കെ, സോ ബൈ 6 o'clock he will have come. ഓക്കെ, സോ വിൽ ഹാവ് കം വന്നാൽ വന്നിരിക്കും, ഹാഡ് കം വന്നാൽ വന്നിരുന്നു, ഹാവ് ഹാസ് വന്നാൽ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇതേ സെയിം എക്സാമ്പിൾ ആണ്. മീൻ ടൈപ്പ്. ഓക്കെ, ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് എല്ലാത്തിലും സെയിം ആണ്. ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഇത് നോക്കിയേ, വന്നിട്ടുണ്ട്, വന്നിരുന്നു, വന്നിരിക്കും. ഇവിടെ അത് കഴിച്ചിട്ടുണ്ട്, കഴിച്ചിരുന്നു, കഴിച്ചിരിക്കും. ഇപ്പോൾ 2-3 സ്ലൈഡ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ എളുപ്പം. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണെന്ന് അറിയോ? ടെൻസസ് പഠിക്കുമ്പോഴാണ്. ടെൻസസ് നമ്മൾ വലിയ കാര്യത്തിന് പോയിട്ട് ആദ്യം സെന്റൻസ് ഫ്രെയിമിങ്ങും അതും ഇതൊക്കെ പഠിക്കും. പക്ഷേ ഈ സംഭവങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ പഠിച്ചാൽ ബിഗിനേഴ്സിന് ടെൻസസ് പഠിക്കാൻ വളരെ എന്തായിരിക്കും? പാടായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ വേർബ്സ് എവിടെ യൂസ് ചെയ്യും? കാരണം വേർബ്സ് എന്ന് പറയുന്നത് ടെൻസസിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ വേർബ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം അത് ഏത് സമയത്ത് ആര് ചെയ്ത കാര്യമാണെന്ന് നമുക്ക് പറയണ്ടേ? ആ ചെയ്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ആണ് വേർബ്സ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അല്ലേ? സോ വേർബ്സിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ടെൻസസ് മനസ്സിലാക്കും? സോ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് ടെൻസസ് പഠിക്കുവാണെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത വേർബ് ഈറ്റ്. കഴിക്കുക. 8 ആണെങ്കിലോ കഴിച്ചു. ഈറ്റൺ ആണെങ്കിലോ അത് 3 രീതിക്കുണ്ട്. കഴിച്ചിട്ടുണ്ട് എപ്പോ? ഹാവും ഹാസും വന്ന, അഥവാ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കഴിച്ചിരുന്നു എപ്പോ? ഹാഡ് വന്നാൽ. കഴിച്ചിരിക്കും എപ്പോ? വിൽ ഹാവ് വന്നാൽ. ഓക്കെ, സോ ഇത് V1, V2, ഇത് V3. ചില വേർബ്സിനുണ്ടല്ലോ V1ഉം V3യും സെയിം ആയിരിക്കും. ഇപ്പൊ കമ്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചില വേർബ്സിന് V2ഉം V3യും സെയിം ആയിരിക്കും. അങ്ങനെ വരുന്നൊരു വേർബ് പ്ലേ. ഓക്കെ, പ്ലേയുടെ V1 പ്ലേ എന്ന് തന്നെയാണ്, V2 പ്ലേഡ്, V3യും പ്ലേഡ്. ചില വേർബ്സിന് V1, V2, V3 ഒക്കെ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പുട്ട് എന്ന് പറയുന്ന വേർബ്, ഇടുക എന്നാണ് അതിന്റെ അർത്ഥം. പുട്ടിന് V1 പുട്ട്, V3 പുട്ട്, V2ഉം പുട്ട്. ചിലർ പുട്ടിടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പൊട്ടത്തെറ്റാണ്, പുട്ടിടന്നൊന്നും പറയില്ല, പുട്ട് തന്നെയാണത്. ഓക്കെ, സോ യെസ്, ഐ ഹാഡ് ഈറ്റൺ ബിഫോർ യു കെയിം. നീ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചിരുന്നു. ഓക്കെ, നീ വരുന്നതിന് മുന്നേ ഞാൻ കഴിച്ചിരുന്നു. അപ്പൊ എന്താ, നീ വരുന്നതാണോ ഞാൻ കഴിക്കുന്നതാണോ ആദ്യം നടക്കുന്നത്? ഞാൻ കഴിച്ചിരുന്നു, നീ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചിരുന്നു. കഴിച്ചിരുന്ന കാര്യമാണ് ആദ്യം നടക്കുന്നത്. സോ ഐ ഹാഡ് ഈറ്റൺ ബിഫോർ യു കം. ഓക്കെ, സോറി, ബിഫോർ യു കെയിം. ഐ ഹാഡ് ഈറ്റൺ ബിഫോർ യു കെയിം. നീ വരുന്നതിന് മുന്നേ ഞാൻ കഴിച്ചിരുന്നു. ഓക്കെ, ഇനി they will have eaten before we reach.
ഞങ്ങൾ എത്തുമ്പോഴേക്കും അവർ കഴിച്ചിരിക്കും. സെന്റൻസിന്റെ വ്യത്യാസം കണ്ടോ? അതായത് ഞങ്ങൾ എത്തുമ്പോഴേക്കും അവര് കഴിച്ചിരിക്കും. They will have eaten. അപ്പോ അവര് കഴിച്ചു കഴിഞ്ഞിട്ടാണ്. അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. സോ കഴിച്ച കാര്യം ഇവിടെ ആദ്യം പറഞ്ഞേക്കുക. They will have eaten before we reach. Okay, next. See. കാണുക. Okay, നമ്മുടെ V2 ആണെങ്കിൽ saw, V3 ആണെങ്കിൽ seen. So V1, V2, V3. കാണുക, കണ്ടു. seen ആണെങ്കിൽ കണ്ടിട്ടുണ്ട്, കണ്ടിരുന്നു, കണ്ടിരിക്കും. Okay. I had seen her before the party. ഞാൻ പാർട്ടിക്ക് മുമ്പ് അവരെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാർട്ടിക്ക് പോയത്. ഓക്കെ, സോ പാർട്ടിക്ക് മുന്നേ ഞാൻ അവളെ കണ്ടിരുന്നു. അപ്പൊ അവര് കാണുന്നതാണ് ആദ്യം നടക്കുന്നത്, അല്ലെ? സോ ഹാഡ് സീൻ. പാർട്ടിക്ക് മുന്നേ ഞാൻ അവളെ കണ്ടിരുന്നു. ഓക്കെ, ബൈ ടുമോറോ ഐ വിൽ ഹാവ് സീൻ ദാറ്റ് ഫിലിം. നാളെയോടെ, ദാ ഓടെ കിടക്കുന്നു. നോക്കിയേ, എന്തുകൊണ്ടാണ് ഇവിടെ ഓടെ വന്നത്? ഈ ബൈ വന്നേക്കുന്നുണ്ടോ? ഓക്കെ, നാളെയോടെ ഞാൻ ആ സിനിമ കണ്ടിരിക്കും. അപ്പൊ നാളെയാണ് ആ ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത്. നാളത്തെ ദിവസം കഴിയുന്നതിന് മുന്നേ ആ സിനിമ ഞാൻ എന്തായാലും കണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഡു. ഓക്കെ, ഡു, ഡിഡ്, ഡൺ ആണ് അടുത്ത verb. ഡു ചെയ്യുക, ഡിഡ് ചെയ്തു, ഡൺ വരുമ്പോ 3 രീതിക്ക് വരും. ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു, ചെയ്തിരിക്കും. ഓക്കെ, എല്ലാം ആ ഫോമിൽ തന്നെ. ഈ ഒരു ഭാഗം കണ്ടോ, എല്ലാം ആ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലേ? I had done my homework before you called. അപ്പോ യു എന്ന് പറയുന്ന ആള് ആരും ആയിക്കോട്ടെ, അയാൾ വിളിക്കുന്നതാണോ ആദ്യം നടക്കുന്നത്, ഞാൻ ഹോംവർക്ക് ചെയ്യുന്നതാണോ ആദ്യം നടക്കുന്നത്? 2 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹോംവർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നൊരാളെ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ ആദ്യം എന്താ നടക്കുന്നത്? ഹോംവർക്ക് ആദ്യം ചെയ്ത് തീർത്തിട്ടാ മറ്റേ പുള്ളിക്കാരൻ വിളിച്ചേക്കുന്നത്, അല്ലേ? സോ I had done my homework before you called. നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഹോംവർക്ക് ചെയ്തിരുന്നു. ഇനി by 5 o'clock, 5 മണിയോടെ I will have done my work. ഞാൻ ജോലി ചെയ്ത് തീർത്തിരിക്കും. ഓക്കെ, 5 മണിയോടെ ഞാൻ ജോലി ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. സോ 5 മണിയോടെ ബൈ വന്നേക്കുന്നത് കണ്ടോ, അതാണ് ഓടെ വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, മേക്ക്, മെയ്ഡ്, മെയ്ഡ്. മേക്കിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞു, ചിലതിൽ V2ഉം V3യും സിമിലർ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് മേക്ക് എന്ന് പറയുന്ന വേർബ്. V2ഉം V3യും മെയ്ഡ് തന്നെയാണ്. ഓക്കെ, ഉണ്ടാക്കുക, ഉണ്ടാക്കി, ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിരുന്നു, ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, I had made tea before you came. ഓക്കെ, അപ്പൊ വീട്ടിലേക്ക് ഗസ്റ്റ് വരിക. അപ്പൊ ഗസ്റ്റ് വന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കി. ഓക്കെ, സോ നീ വരുന്നതിന് മുന്നേ ഞാൻ ചായ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, I will have made dinner by 8 o'clock. 8 മണിയോടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കും, അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, ഈ ബൈ 8 o'clock ഇവിടെ വരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ സെന്റൻസിലൊക്കെ ആദ്യം ടൈം വന്നു പിന്നെയാണ് ആ സെന്റൻസ് വന്നേക്കുന്നത്, അല്ലേ? ഇപ്പൊ ബൈ 8 o'clock I will have made dinner ആണെങ്കിലും, അല്ലെങ്കിൽ I will have made dinner by 8 o'clock ആണെങ്കിലും രണ്ടും സെയിം ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈ 8 o'clock ആദ്യം വരുവാണെങ്കിൽ ആ 8 o'clock കഴിഞ്ഞിട്ടൊരു കുഞ്ഞു കോമ ഇടണം ആദ്യം വരുവാണെങ്കിൽ. ഓക്കെ, സോ 8 മണിയോടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. Take, took, taken. V1, V2, V3. എടുക്കുക, എടുത്തു, എടുത്തിട്ടുണ്ട്, എടുത്തിരിക്കും, എടുത്തിരുന്നു. ഓക്കെ, I had taken the book before you came. അതായത് നീ വരുന്നതിന് മുമ്പ് ഈ ബുക്ക് ആദ്യം ഞാനാ എടുത്തത്. അപ്പൊ 2 സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. ഞാൻ ആദ്യം ബുക്ക് എടുക്കുന്നതും അയാളെ ബുക്ക് വാങ്ങിക്കാൻ വരുന്നതും, അല്ലെങ്കിൽ ആ ബുക്കിന്റെ ആവശ്യമായിട്ട് അയാൾ വരുന്നതും. സോ ഞാനാണ് ആ ബുക്ക് ആദ്യം എടുത്തത്, എന്നിട്ടാണ് നീ വന്നേക്കുന്നത്. 2 സിറ്റുവേഷൻസ് ഉണ്ട് അവിടെ. സോ ആദ്യം നടന്നത് എന്താണ്? ഞാൻ ബുക്ക് എടുക്കുന്നതാ. I had taken the book before you came. നീ വരുന്നതിന് മുമ്പ് ഞാൻ ആ ബുക്ക്, നീ വരുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം എടുത്തിരുന്നു. ഓക്കെ, by the time you reach I will have taken my lunch. നീ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലഞ്ച് എടുത്തിരിക്കും. ഓക്കെ, സോ നീ വരുന്ന നേരത്തെ നമ്മൾ
ഈ വിൽ ഹാവിന്റെ സമയത്ത് ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് അല്ലേ, 5 o'clock അല്ലെങ്കിൽ 8 മണിയോടെ 6 മണിയോടെ. നമുക്കിത് രണ്ട് സംഭവങ്ങളായിട്ടും പറയാം. ഈ ഹാഡിന്റെ പോലെ തന്നെ ഇപ്പോ എന്താ പറയാ, ആ സമയം നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഡ് ലൈൻ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരാൾ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഒരു ഡെഡ് ലൈൻ പോലെ തന്നെയല്ലേ, സമയത്തിനെ മാറ്റി വേറൊരു സംഭവം പോലെ പറയുന്നത്. അതും നമുക്ക് വിൽ ഹാവ് വെച്ച് പറയാം. ഓക്കെ, സോ നീ എത്തുമ്പോഴേക്കും ഞാൻ ഉച്ചഭക്ഷണം എടുത്തിരിക്കും. എടുത്തിരിക്കും എന്ന് വെച്ചാൽ കഴിച്ചിരിക്കും എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറില്ലേ, മെഡിസിൻ എടുത്തിരിക്കും എന്നുള്ളത്, അതായത് കഴിച്ചിരിക്കും എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഗിവ്, ഗേവ്, ഗിവൻ. ഓക്കെ, കൊടുക്കുക, കൊടുത്തു, കൊടുത്തിട്ടുണ്ട്, കൊടുത്തിരുന്നു, കൊടുത്തിരിക്കും. ഓക്കെ, I had given him the book before he asked. അവൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ആ ബുക്ക് കൊടുത്തു. അപ്പൊ അവൻ ചോദിക്കുന്നതാണോ ഞാൻ ആ ബുക്ക് കൊടുക്കുന്നതാണോ ആദ്യം നടക്കുന്നത്? അവൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. സോ ഞാനത് കൊടുത്തു എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്. ഓക്കെ, സോ അവൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം കൊടുത്തിരുന്നു. ഓക്കെ, ബൈ ടുമോറോ, നാളേക്കുള്ളിൽ അല്ലെങ്കിൽ നാളെയോടെ, I will have given her the money. നാളെയോടെ അതായത് നാളത്തെ ദിവസം അവസാനിക്കുന്നതോടെ ഞാൻ ആ പൈസ അവൾക്ക് കൊടുത്തിരിക്കും. ഓക്കെ, നാളേക്കുള്ളിൽ ഞാൻ അവൾക്ക് പണം കൊടുത്തിരിക്കും. നെക്സ്റ്റ്, റൈറ്റ്, wrote, written. V1, V2, V3 in 3 forms. Okay, she had written all the answers. അവൾ എല്ലാ ആൻസേഴ്സും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ എല്ലാ ആൻസറും എഴുതിയിരുന്നു. ഇനി ബൈ ടുമോറോ I will have written the report. നാളെയോടെ അല്ലെങ്കിൽ നാളേക്കുള്ളിൽ ഞാൻ റിപ്പോർട്ട് എഴുതിയിരിക്കും. അതായത് നാളത്തെ ആ ഒരു ദിവസമാണ് ഡെഡ് ലൈൻ ആയിട്ട് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കും? ആ റിപ്പോർട്ട് ഞാൻ എഴുതിയിരിക്കും. അതായത് മറ്റന്നാളത്തേക്ക് ഞാൻ വെക്കില്ല, നാളെയോടെ ഞാൻ പൂർത്തിയാക്കുന്ന പറഞ്ഞേക്കുന്നത്, ഉറപ്പിച്ചാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഓക്കെ, സംസാരിക്കുക, സംസാരിച്ചു, സംസാരിച്ചിട്ടുണ്ട്, സംസാരിച്ചിരുന്നു, സംസാരിച്ചിരിക്കും. ഓക്കെ, I had spoken to her before the meeting. മീറ്റിങ്ങിന് മുന്നേ ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. ഓക്കെ, സോ മീറ്റിങ്ങിന് മുൻപ് ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് നടക്കണം എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. അപ്പൊ ആദ്യം ഞാൻ അവളോട് സംസാരിച്ചു, അത് വേണം നമ്മൾ ആദ്യം എഴുതാൻ, എന്നിട്ട് ആ മീറ്റിംഗ് നടന്നേക്കുന്നത് അല്ലേ. അടുത്തത് ബൈ ടുമോറോ I will have spoken to the manager. നാളെയോടെ അല്ലെങ്കിൽ നാളത്തെ ദിവസം തീരുന്നതോടെ ഞാൻ മാനേജറോട് സംസാരിച്ചിരിക്കും. ഓക്കെ, സോ നാളത്തെ ആ ദിവസമാണ് ആ ഡെഡ് ലൈൻ വെച്ചേക്കുന്നത് അല്ലേ. നാളെയോടെ അല്ലെങ്കിൽ നാളേക്കുള്ളിൽ ഞാൻ മാനേജറുമായി സംസാരിച്ചിരിക്കും. നെക്സ്റ്റ്, ഇതിന് ഞാൻ സെന്റൻസ് ഫ്രെയിം ചെയ്തിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, സോ ബൈ, ബോട്ട്, ബോട്ട്. ഇവിടെ ദാ V1, V2, V3. ഇവിടെ V2ഉം V3യും സെയിം ആണ്, ബോട്ട് തന്നെയാ. ഓക്കെ, വാങ്ങിക്കുക, വാങ്ങിച്ചു, വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചിരുന്നു, വാങ്ങിച്ചിരിക്കും. നെക്സ്റ്റ് ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഓക്കെ, ഇവിടെ V1, V2, V3. ഇവിടെ V2ഉം V3യും സെയിം ആണ്. കണ്ടെത്തുക, കണ്ടെത്തി, കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടെത്തിയിരുന്നു, കണ്ടെത്തിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടെൽ, ടോൾഡ്, ടോൾഡ്. സെയിം സംഭവം തന്നെ. ദാ വീണ്ടും V2ഉം V3യും സെയിം ആണ്. പറയുക, പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിരുന്നു, പറഞ്ഞിരിക്കും. ഓക്കെ, ഇനി ബിഗിൻ, ബിഗാൻ, ബിഗൺ. ഓക്കെ, ഇവിടെ എല്ലാവരും ക്രിയേറ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഈ ബിഗൺ പോയിട്ട് അവിടെ ബിഗാൻ തന്നെ എഴുതി വെക്കും. തെറ്റാ. നമ്മുടെ ബിഗിന്റെ V3 ഫോം ബിഗൺ ആണ്, ബിഗാൻ അല്ല കേട്ടോ. ബിഗാൻ V2 ആണ്. ഇത് രണ്ടും മാറിപ്പോരുതേ. V1, V2, V3 ഇവിടെ എല്ലാം ഡിഫറെന്റ് വേർഡ്സ് ആണ്. ഓക്കെ, ഈ V2ഉം V3യും സെയിം ആയി വരുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് ആ വാക്കുകൾ സെയിം ആണെന്നാ പറയുന്നത്. ഇവിടെ V2ഉം V3യും ഒക്കെ ടോൾഡ് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ സെയിം അല്ല എന്ന് ഞാൻ പറയുന്നത്, ആ വാക്കുകൾ സെയിം അല്ല എന്നാ പറയുന്നത്. ഓക്കെ, സോ
ആരംഭിക്കുക, ആരംഭിച്ചു, ആരംഭിച്ചിട്ടുണ്ട്, ആരംഭിച്ചിരുന്നു, ആരംഭിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെൻഡ്, സെൻഡ്, സെൻഡ്. ഇത് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്. ആർക്കും ഈ സെൻഡിന്റെയും ഡിഫറൻസ് അറിയില്ല. ഇതിപ്പോഴും ഒന്നാണെന്ന് വിചാരിക്കുന്നവരാണ്. ഇത് V1ഉം ഇത് V2 അല്ലെങ്കിൽ V3 പെടുന്നതാണ്. ഇത് രണ്ടും ഒന്നല്ല. ഇത് അയക്കുക എന്നും ഇത് അയച്ചു എന്നുമാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ V3 വരുവാണെങ്കിൽ അയച്ചിട്ടുണ്ടെന്നാകും. ഹാവും ഹാസും വരുമ്പോ അയച്ചിരുന്നു എന്നാവും. എപ്പോ ഹാഡ് വരുമ്പോ അയച്ചിരിക്കും. വിൽ ഹാവ് വരുമ്പോ. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ കോമെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ടീച്ച്. ടീച്ചിന്റെ V1, V2, V3 ഇതേപോലെ മതി. നിങ്ങളിപ്പോൾ സെന്റൻസസ് ഫ്രെയിം ചെയ്യേണ്ട. അറിയാവുന്നവർ ചെയ്തോളൂ, അറിയാത്തവർ ചെയ്യേണ്ട. അതിൽ സ്ട്രെസ് ചെയ്യേണ്ട. കാരണം നമ്മൾ ടെൻസസിന്റെ ഒരു സീരീസ് എന്തായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ആ സെന്റൻസസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു രീതിക്ക് അത് എഴുതുക. ടീച്ചിന്റെ 3 രീതിക്കുള്ള വേർബ്സ്. ഓക്കെ, ഇനി ബ്രിങ്. ബ്രിങ്ങിന്റെയും ഇതേപോലെ തന്നെ V1, V2, V3. ഓക്കെ, യെസ്. സോ ഐ ഹോപ്പ് ടുഡേസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ഫോർ യു. അപ്പം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ടെൻസസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായി തോന്നുള്ളൂ. ഇപ്പം നിങ്ങൾ അറിയാതെ തന്നെ പെർഫെക്റ്റ് ടെൻസസ് കുറച്ചെങ്കിലും മനസ്സ് കയറിയിട്ടുണ്ടാവും. കാരണം നമ്മൾ V3 ഒക്കെ പഠിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഇതൊക്കെ പെർഫെക്റ്റ് ടെൻസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാ. ഓക്കെ, സോ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ടെൻസസിൽ സെന്റൻസസ് ഫ്രെയിം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. ടെൻസസിന്റെ സീരീസ് നമ്മൾ എന്തായാലും ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ ഈ വേർബ്സ് മൊത്തത്തിൽ മനസ്സിലാക്കി വെച്ചാണല്ലോ പിന്നെ ടെൻസസിന്റെ പല പല ഫോംസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വേർബ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വിൽ ഹാവ് എവിടെ വരുന്നത് മനസ്സിലായി, ഹാഡ് എവിടെ വരുന്നത് മനസ്സിലായി, ഹാവും ഹാസും എവിടെ വരുന്നത് മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നമ്മുടെ എന്താ പറയുക സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക സിമ്പിൾ ടെൻസസ് ആണെങ്കിലും നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണെങ്കിലും നമ്മൾ ബിഗിനർ സീരീസിൽ കുറച്ചൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആകെ നമുക്കൊരു പാടുണ്ടായിരുന്ന ആ പെർഫെക്റ്റ് ടെൻസസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അതിൽ വരുന്ന വേർബ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആ ടെൻസസിന്റെ സീരീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.